അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 31-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമൻ ഫസൗഫ നുസ്ലീഹി നാറൻ വകാന ദാലിക അലല്ലാഹി യസീറാ. മനുഷ്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ചിലർ തങ്ങളുടെ ജീവനെ തന്നെ നശിപ്പിക്കാം, ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിക്കുകയും അതിന് അവർ വശംവദരാകുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി എന്താ നമ്മോട് പറയുന്നത് നമുക്ക് നോക്കാം. വമൻ യഫ്അൽ ദാലിക, അതാരെങ്കിലും ചെയ്താൽ, ഉദ്വാനൻ അതിക്രമമായിട്ട്, വദുൽമൻ അന്യായമായിട്ട്, അതിക്രമമായിട്ടും അന്യായമായിട്ടും വമൻ യഫ്അൽ ദാലിക അതാരെങ്കിലും ചെയ്താൽ ഫസൗഫ നുസ്ലിഹി അവനെ നാം പ്രവേശിപ്പിക്കുന്നതാണ് നാറൻ അഗ്നിയിൽ. വകാന ദാലിക അത് അലല്ലാഹി യസീറ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതൊന്നും വലിയൊരു വിഷയവും അല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവനെ പ്രയാസങ്ങളുടെ നടുവിൽ സ്വയം അങ്ങ് നശിപ്പിക്കാം എന്ന് വിചാരിച്ച് അപ്രകാരം ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ശിക്ഷ അല്ലാഹു വെച്ചിരിക്കുകയാണ്. അവരെ അതിൻ്റെ ശിക്ഷയായിട്ട് അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനകൾ അനുസരിച്ച് സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കുന്നതിന് പകരം അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ പ്രയാസങ്ങൾ സ്വയം ഏറ്റുവാങ്ങിയവർക്കുള്ള ശിക്ഷ എന്ന നിലയിൽ ഫസൗഫ നുസ്ലീഹി നാറ അവനെ അഗ്നിയിൽ നാം പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുഗുണമായ നിലയിലുള്ള പ്രതിഫലങ്ങൾ നൽകുന്നതാണ് എന്ന് ഖുർആൻ അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഗ്രന്ഥം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ്. എപ്പോഴൊക്കെ നമ്മൾ ഇതിന് അയവ് വരുത്തുന്നോ അപ്പോഴൊക്കെ നമ്മളുടെ ജീവിതം തകരാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇൻഡീഡ് ദ വൺ ടു കട്ട് ഹിംസെൽഫ് വിത്ത് എ നൈഫ്, ആരാണോ കത്തി കൊണ്ട് അവൻ സ്വയം അവനെ മുറിക്കുക, അവനെ കൊല്ലുക, ഷാൽ കീപ് കട്ടിങ് ഹിംസെൽഫ് എഗെയിൻ ആൻഡ് എഗെയിൻ, അങ്ങനെ ചെയ്യുന്നവനെ വീണ്ടും വീണ്ടും അവൻ
കുത്തി മുറിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് അവനൊരു ശിക്ഷ കൊടുക്കും. ആസ് എ പ്രസൻറ്റേഷൻ ഓഫ് എ പെർപ്പച്വൽ ഡച്ച്, അത് നിരന്തരമായി നിലനിൽക്കുന്ന ഒരു ശിക്ഷയായിട്ട് അവനെ തന്നെ കുത്തിമുറിച്ച് മരിക്കാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലയിലുള്ള, അതായത് ദാറ്റ് ഈസ് എ ലിവിങ് ഹെൽ, ജീവിച്ചിരിക്കുന്ന ഒരു നരകം. അവനങ്ങനെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും ആ നരകത്തിൽ. ആൻഡ് സമൺ ഹൂ കിൽസ് ഹിംസെൽഫ്, ഇനി ആരെങ്കിലും തങ്ങളെ കൊല്ലുകയാണെങ്കിൽ, അതായത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ത്രൂ പോയിസൺ, വിഷം കഴിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് അപ്രകാരം ചെയ്യുകയാണെങ്കിൽ, വേർ ഹി വിൽ കണ്ടിന്യൂ ടു ടേക്ക് ഇറ്റ് ഇൻഡെഫിനിറ്റ്ലി, അവനുള്ള ശിക്ഷ പരലോകത്ത് അവന് ആ വിഷം തുടർച്ചയായി അവനത് കയ്യിലേന്തി അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉള്ള ശിക്ഷയായിരിക്കും. സൂയിസൈഡ് ഈസ് ടാൻറ്റമൗണ്ട്, ഈ ആത്മഹത്യ എന്നത് ടു ഗ്യാരണ്ടി ഓൺസ് പ്ലേസ് ഇൻ ദ ഫയർ ഓഫ് ഹെൽ, നരകത്തിൻ്റെ തീയിലേക്ക്, നരകാഗ്നിയിലേക്ക് അവൻ്റെ അഭയസ്ഥാനം അവൻ ഗ്യാരണ്ടി ചെയ്യുകയാണ്. ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നരകാഗ്നിയായിരിക്കും. അത് ശരിയായ തോതിലുള്ള ഒരു ഉറപ്പ് തന്നെയാണ് തരുന്നത്. ടാൻറ്റമൗണ്ട് ടു ഗ്യാരണ്ടി, ഉറപ്പ് നൽകുകയാണ്. ശരിയായ നിലയിലുള്ള ഒരു ഉറപ്പ് തന്നെയാണ് നൽകുന്നത്. നരകം തന്നെയായിരിക്കും. ഇതുപോലെ 700 രക്ഷാമാർഗങ്ങൾ, കൽപ്പനകൾ അല്ലാഹു പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് ഓരോ കൽപ്പനയും നാം അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ നിരോധിച്ചതിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, നമുക്ക് വളരെ വലിയ രക്ഷാമാർഗവും ഒരുക്കി വയ്ക്കുന്നു. അല്ല എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷയുടെ വഴിയും അവൻ തുറന്നു വെക്കുകയാണ്. ആൻഡ് ഡിവറിങ് ദ വെൽത്ത് ഓഫ് അതേഴ്സ്, അതുപോലെ ഡിവറിങ് ദ വെൽത്ത് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ധനം ആർത്തിയോടെ അന്യായമായി കരസ്ഥമാക്കി തിന്നുകൊണ്ടിരിക്കുക. ഈസ് ആൻ അൺജസ്റ്റ് മാനർ, അന്യായമായ നിലയിൽ. ഈസ് ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലാസ് ഓഫ് അല്ലാഹ്, അതും അള്ളാഹുവിൻ്റെ നിയമത്തിനെ മറികടക്കുകയാണ്, നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് ലീഡ്സ്, ആ പ്രവൃത്തി, അന്യായമായി മറ്റുള്ളവരുടെ ധനം ആർത്തിയോടെ ഭക്ഷിക്കുന്നതായ ആ പ്രവൃത്തി അവനെ നയിക്കുന്നത്, വിച്ച് ലീഡ്സ് ദെയർഫോർ ടു ഹെൽ ഫയർ, അവനെയും നരകാഗ്നിയിലേക്കാണ് അല്ലാഹു നയിക്കുന്നത്. ഇഫ് ദെയർ ഇസ് നോ റിപ്പൻറ്റൻസ് ടു അനൽ ഇറ്റ്, അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല എങ്കിൽ. അപ്പോൾ സംഭവിച്ചു പോയി, കുറച്ച് പണമൊക്കെ എടുത്ത് അടിച്ചു മാറ്റി തങ്ങളുടെ ആവശ്യത്തിനായിട്ടൊക്കെ ഉപയോഗിച്ചു. പിന്നീട് അവനത് ബോധ്യമായി, അവനതിന് പ്രായശ്ചിത്തം ചെയ്യുക, അതിൽ നിന്ന് അകന്നു നിൽക്കുക, രക്ഷാമാർഗം തേടുക. എല്ലാ തെറ്റുകൾക്കും ചില രക്ഷാമാർഗങ്ങൾ കൂടി അല്ലാഹു കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ആത്മഹത്യ ചെയ്യണമെന്നുള്ള ടെൻഡൻസി, ജീവിതഭാരത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചെയ്യുന്ന ഈ പ്രവൃത്തി, അതിൽ നിന്ന് ഗൗരവപൂർവ്വം പിന്മാറേണ്ടതാണ്. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടേക്ക് പോകുന്നത് വളരെ വലിയ ഒരു അഗ്നികുണ്ഡത്തിലേക്കാണ്. ദെയർഫോർ എയ്തർ വേ, ആയതിനാൽ ഏത് നിലയിലായാലും ശരി, മാൻ മസ്റ്റ് ഫോളോ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് അല്ലാഹ്, തീർച്ചയായിട്ടും മനുഷ്യർ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെ ജീവിക്കേണ്ടതാണ്, പ്രവർത്തിക്കേണ്ടതാണ്. ഇഫ് ഹി വാണ്ട്സ് ടു ബി സേവ്ഡ്, അവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, അതാണ് എൻ്റെ കാര്യം. അപ്പോൾ മാൻ മസ്റ്റ് ഫോളോ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് അല്ലാഹ് ഇഫ് ഹി വാണ്ട്സ് ടു ബി സേവ്ഡ്. അവന് രക്ഷയിലെത്തണമെന്ന്, അവൾക്ക് രക്ഷയിലെത്തണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക. ഫ്രം ദ ഫയർ ഓഫ് ഹെൽ, നരകാഗ്നിയിൽ നിന്ന്. അതുമെല്ലാം മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ അന്നേരം കാണാം എന്നൊക്കെ
വീരവാദമൊക്കെ ഇരുന്ന് മുഴക്കുന്ന ഒരു ഇഹലോകത്തും അതിൻ്റെ നിഴലാട്ടങ്ങളിലായിരിക്കും ജീവിതം പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മാൻ ഈസ് വീക്ക്. തീർച്ചയായിട്ടും മനുഷ്യൻ ദുർബലൻ തന്നെയാണ്. ആൻഡ് അല്ലാഹ് ഈസ് ആൾമൈറ്റി. അല്ലാഹു തആലയോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. എല്ലാ ശക്തിയുടെയും ഉറവിടമാണ്, കഴിവുറ്റവനാണ്. മാൻ ഈസ് പവർലെസ്. മനുഷ്യൻ ഒരു കഴിവുമില്ലാത്തവനാണ്. വേറെസ് അല്ലാഹ് ഈസ് ആൾ പവർഫുൾ. എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. കാണുന്നില്ലേ നമുക്ക് ശ്വാസോച്ഛ്വാസം തന്നുകൊണ്ടിരിക്കുന്നത്? ആൾ പവർഫുള്ളായിട്ടുള്ളവൻ തരുന്നതാണ്. ഇത് ഏതെങ്കിലും കൊഞ്ഞവളിയന്മാരുടെ കയ്യിൽ ഈ അധികാരം കൊടുത്തിരുന്നെങ്കിൽ, ഈ വായു തരുന്ന ഇന്ന് ഭൂമിയിൽ എത്ര മനുഷ്യർ കാണും? അവരുടെ പിണിയാളുകൾ മാത്രം കാണും, അല്ലാത്ത ആരും കാണും. അപ്പോൾ ആൾ പവർഫുള്ളായ അല്ലാഹു തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടതൊക്കെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഇട്ട് കൊടുക്കുന്ന കുറച്ച് കൊടുക്കും. പക്ഷേ ബാക്കി കാതലായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കൈ വെച്ചേക്കും. ഇത് മറ്റത് കൊടുക്കുന്നത് യവന്മാരെന്തോ ചെയ്യുന്നെന്ന് അറിയാനാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇതേ എങ്ങനെയാണ് അത് വിനിയോഗിക്കുന്നതെന്നറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാം, മാൻ ഈസ് പവർലെസ്. ഒരു കഴിവുകളുമില്ല. സ്വന്തം വായു പോലും ഉൽപ്പാദിപ്പിക്കാനോ ഉപയോഗിക്കാനോ കഴിയാതെ അവസാനം ശ്വാസം കിട്ടാതെ ഏങ്ങി മരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല. ഭയങ്കര കോടീശ്വരന്മാരായിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വേറെ അല്ലാഹ് ഈസ് ആൾ പവർഫുൾ. മറിച്ച് അല്ലാഹു തആല എല്ലാ നിലയിലും അതിശക്തമാനായവനാണ്. അല്ലാഹ് ഹാസ് ദ പവർ ടു കാസ്റ്റ് ഹിം ഇൻ ടു ഹെൽ ഫയർ. അതുകൊണ്ട് നരകത്തിലിടും, എന്നും നരകത്തിൽ കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് എങ്ങനെ പറ്റുന്നത്? അല്ല. അല്ലാഹ് ഈസ് ആൾ പവർഫുൾ ടു കാസ്റ്റ് ഹിം ഇൻ ടു ഹെൽ ഫയർ. ആ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്നതിനുള്ള സർവശക്തിയും ഉള്ള കഴിവുറ്റവനാണ്. ഇഫ് ഹി ഡിസ്റിഗാർഡ്സ് ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ആരാണോ പരിഗണിക്കാതെ തള്ളിക്കളയുന്നത്, അത്തരത്തിലുള്ളവരെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്നതിന് അള്ളാഹുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഹി ഈസ് ആൾ പവർഫുൾ എന്ന കാര്യം നമ്മൾ അറിയുക. ആൻഡ് ട്രാൻസ്ഗ്രസ് ദ ലിമിറ്റ്സ് വിച്ച് ഹി ഹാസ് ഇമ്പോസ്ഡ് അപ്പോൺ ഓൺ എർത്ത്. ഭൂമിയിൽ വെച്ച് അവൻ്റെ കൽപ്പനകളെ അതിലംഘിച്ചുകൊണ്ട് ആരാണോ മുന്നോട്ട് പോകുന്നത്, അവരെ തീർച്ചയായിട്ടും നരകാഗ്നിയിലേക്കുള്ള യാത്രയായിരിക്കും. അവർ പരാജയപ്പെടുക തന്നെ ഇഹലോകത്തും നാളെ പരലോകത്തും. ദാറ്റ് ഹി മേ നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ ട്രൂ ഗൈഡൻസ്, യഥാർത്ഥമായ പാതയിൽ നിന്ന് അവർ വഴിതെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ മുൻവിധികളും അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ടും നമ്മൾ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ കഴിയുന്നില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ, ആ സന്ദേശം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നവരെ എല്ലാം എത്തിക്കുകയും എന്നിട്ട് അവരെ ഈ വഴികളിലൂടെ തന്നെ സഞ്ചരിപ്പിക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അപ്രകാരമുള്ള സന്താനങ്ങളും അതുപോലെ അതിനുള്ള അടുത്ത തലമുറകളും നമുക്കുണ്ടായി വരട്ടെ. അതിന് നമുക്ക് സ്വയം ബലിയാടുകളാകാം. നമുക്ക് സ്വയം ഈ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാം. അങ്ങനെ അവരും ആ പാത കാണുകയും അത് പിന്തുടരുകയും ചെയ്യട്ടെ. അങ്ങനെ ശാശ്വതമായ സ്വർഗത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു യാത്രയായി തീരട്ടെ ഈ ലോക ജീവിതം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ആണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് സംസാരിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി